ഇപ്പോൾ നിങ്ങൾക്ക് വിഷയം അറിയാവുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകും. നിർത്തിയപ്പോലെ ഈ വിധയോനും കൂട്ടരും അവിടെ ദൈവത്തിന് സ്തോത്രം. അവർ കയ്യിലുള്ള അവരോട് പറഞ്ഞു, കയ്യിൽ നിങ്ങളുടെ കുടം എന്ത് ചെയ്യണം? ഉടയ്ക്കണം. എന്നിട്ട് പന്തം കത്തണം. ഇതയോടും യഹോവയ്ക്കും വാളം നാർക്കണം. 3 കാര്യം ചെയ്താൽ മതി. കുട ഓടയണം. കുട ഓടയാത്തോളം കാലം ശത്രു കീഴടങ്ങട്ടെ. ഈ കുടം എന്തിനെ കാണിക്കുന്നറിയാമോ? ജഡമാകുന്ന കുടം ഉടയാതെ ആത്മാവിന്റെ പന്തം കത്തിക്കാമെന്ന് ആരും വിചാരിക്കണം. ഈ ജഡത്തിന് പല പ്രവൃത്തികളുണ്ട്. അതെല്ലാം ഓരോ പ്രസംഗവും ഓരോ വാക്കും ഓരോ പ്രസംഗമാണ്. ആ ജഡത്തിന്റെ പ്രവൃത്തികൾ, ജഡാഭിലാഷം ആത്മാവിനും അഭിലാഷം ജഡത്തിനും ശത്രുവാണെന്ന് ഓർത്തോണം. ഈ ശത്രുവായിരിക്കുന്ന ജഡാഭിലാഷത്തെ പൂർത്തീകരിക്കാതെ അതിൽ നിന്ന് നീ വിടുതൽ പ്രാപിച്ച് ഒഴിഞ്ഞൊഴിഞ്ഞ് നിൽക്കണം. ജഡം ഉടയണം. ഉടഞ്ഞു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് പന്തമാടി കത്തി. യമരാത്രി കാലം നമ്മുടെ സഭയ്ക്കകത്തും ഈ ആത്മാവിന്റെ പന്തം രാവിലെ മുതൽ സന്ധ്യ വരെ ലക്ഷാർപ്പണ നടത്തുന്ന ദൈവത്തിന് സ്തോത്രം. ആവസ്റ്റ് ശക്തി കൂട്ടുക. ആരുടെയാണ് ഇതൊക്കെ പേടിച്ചിരിക്കുന്നത്? ആരുടെ ശക്തിയാവും? ദൈവത്തിന്റെ ശക്തി കൂട്ടിക്കൊണ്ടിരിക്കുക. ലക്ഷാർപ്പണ നടത്തി അലേറിയ. എന്നാൽ നമ്മുടെ ദൈവത്തിന് ശക്തിയുള്ളവൻ. ആ ശക്തിയുള്ള ദൈവത്തെ ആരാധിക്കുന്ന ഈ പരുവത്തിലൊന്നും ദൈവം വലിയവനായ ആ പന്തം കത്തണമെങ്കിൽ ജഡത്തിന്റെ പ്രവൃത്തികൾ പോകണം. ആമേൻ, ആമേൻ, ആമേൻ. ആ ഗലാത്യലേഖനം 5-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം ഇനി വായിക്കണ്ട. അപ്പോൾ ജഡത്തിന്റെ പ്രവൃത്തിയിൽ അത് നിർദ്ദേശം എത്തിക്കണം. പന്തം കത്തണം. സഭയ്ക്കകത്തൊരു ഉണർവ് വേണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര ദൈവമറ്റതുണ്ട്. വന്നിരുന്നാ മതിയോ? ഏറിയാൽ നിന്ന് പന്തം ഒന്ന് കത്തിയില്ലേ? ഇന്ന് എല്ലാവരും കൂടുമ്പോൾ ആഴമായ ആഴി തന്നെ വാക്യങ്ങൾ വായിക്കാം. പറയാം, ഞാനെന്ന് പറയാം. അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ആരെ? യേശു കർത്താവ്. അദ്ദേഹത്തെ തുറന്നു വെക്കണേ. എന്നാൽ അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. തകർത്ത് കളക എന്ന് പറഞ്ഞാൽ ഉടച്ചു കളയാൻ ദൈവത്തിന് ഇഷ്ടം തോന്നി. ഉടച്ചത് കൊണ്ട് എന്തോ പറ്റി? യേശു ക്രിസ്തു കഷ്ടം സഹിച്ച് അവന്റെ ശരീരം ഉടഞ്ഞു, അവന്റെ രക്തം ഒഴുകി. രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതൽ യേശു ക്രിസ്തു കാൽവരിയിൽ നമുക്ക് വേണ്ടി മരിച്ചു. അവന്റെ മാംസ കഷ്ണങ്ങൾ ചിതറി, അവന്റെ രക്തം ധാരധാരയായി ഒഴുകി. ജീവിതത്തില് യേശുവിനെ അംഗീകരിക്കുന്ന മക്കളാണ് രക്ഷിക്കപ്പെട്ടവർ. രക്ഷിക്കപ്പെട്ട ദൈവത്തിനാരെങ്കിലും യേശു തമ്പുരാന്റെ ക്രൂശിന്റെ അടുക്കൽ വന്ന്
ആ ക്രൂശിൽ നോക്കി ക്രൈസ്തലോൺ ആ യേശു എനിക്ക് വേണ്ടി മരിച്ചുവെന്ന് വിശ്വസിച്ച് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് കഴുകിക്കളഞ്ഞ് കർത്താവിലായിരിക്കുന്നത് ദൈവാത്മാവ് ശക്തമായി വാദിക്കുന്നുണ്ട്. കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും മക്കളായ രാജിന്റെ മക്കളല്ല, ലോകത്തിന്റെ മക്കളല്ല, ദൈവത്തിന്റെ മക്കളാകുവാൻ അവനെ തകർത്ത് കളാൻ യഹോവയ്ക്ക് തകർത്തത് കൊണ്ട് എന്തോ പറ്റി അതുകൊണ്ട് വായിച്ചു അവനവനെ കഷ്ടം വരുത്തി ആര് പിതാവായ ദൈവപുത്രന് കഷ്ടം വരുത്തി അവന്റെ പ്രാണനൊരു അകൃത്യയാഗമായി തീർന്നു. അവൻ സന്തതിയെ കാണുകയും കണ്ടു. കേട്ടോ, അവന്റെ ശരീരം തകർക്കപ്പെട്ടതിന്റെ ഫലമുണ്ടായി. അവൻ ആരെ കണ്ടു? സന്തതിയെ കണ്ടു. സഹോദര, യമരാത്രി ഉടയാൻ നിന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ കുറെ സന്തതികളെ കാണാൻ ആത്മാക്കളെ വേണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ പോരാ. ആത്മാക്കളെ വേണമെങ്കിൽ കുറെ സ്വയത്യാഗം നാമം ഏറ്റെടുത്തത്. അറിയാം ഏതാ റോക്കറ്റിന്റെ റിയാക്ഷൻ ഈക്വൽ ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഏതൊരു പ്രവർത്തനത്തിലും സമവും വിപരീതവുമായ പ്രതിപ്രവർത്തനമുണ്ടെന്ന് മനസ്സിലാക്കിയേ പ്രവർത്തിക്കാം. അല്ല അങ്ങോട്ട് എനിക്ക് ഈ തീരം നടക്കാൻ പോകുന്ന കാര്യമല്ല. പെട്ടെന്ന് കുറെ ആത്മാക്കളെ കൊണ്ടുവരാൻ നോക്കത്തില്ല. അത് വല്ലതും മനയും കൊണ്ട് നടന്നതല്ല, സമൂഹയും ഒക്കെ പിടിച്ചോണ്ട് അവനെ തകർത്തുകളവാൻ ദൈവത്തിന് ഇഷ്ടം തോന്നിയപ്പോൾ അവൻ തകരാനായി ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ തകർന്നു കഴിഞ്ഞപ്പോൾ അവൻ സന്തതിയെ കണ്ടു. ദീർഘായുസ് പ്രാപിക്കുകയും യേശു കർത്താവ് തകർന്നു മരിച്ചു എന്ന് മാത്രമല്ല, അവൻ സന്തതിയെ കണ്ടു എന്ന് മാത്രമല്ല, അവൻ ദീർഘായുസ്സും പ്രാപിച്ചു. അവൻ മരിച്ചു, അവൻ അടക്കപ്പെട്ടു, മൂന്നാം ഉയർത്തെഴുന്നേറ്റ് കാലവും ജീവിക്കുന്നുണ്ട്. ഉയർത്തെഴുന്നേറ്റവൻ തന്നെ ഉയർത്തെഴുന്നേറ്റ കർത്താവാണ്. കർത്താവ് ഉയർത്തെഴുന്നേറ്റ് വിശ്വസിക്കുന്ന സന്തോഷമുള്ള മഹാന്മാർ അഖിലോരും ഒരുപോലെ അഭിമാനം കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ കർത്താവ് ജീവിക്കുന്നില്ലയോ? ജീവിക്കുന്നുണ്ട്. അവൻ സൗഖ്യമാക്കുന്നു, സന്തോഷപ്പെടുത്തുന്നു, ഏറ്റെടുക്കുന്നു, അത്ഭുത വിടുതൽ നൽകുന്നു, എങ്ങനെയാണെന്ന് വർഷിക്കുന്നു. മറന്നുപോയ എല്ലാ വിടുതലുകൾക്കായി യഹോവയുടെ ഇഷ്ടം അവന്റെ കയ്യാൽ സാധിക്കുകയും ചെയ്യും. രണ്ടൊന്ന് ബാക്കി ഒന്നും ആടി വരുന്നതായിട്ട് എനിക്കതിനകത്തൊരു വാക്ക് കിട്ടാൻ അടുത്തത് നീതിമാനായ അവൻ തന്റെ എനിക്കവിടെ ശ്രദ്ധിച്ച് അവൻ തന്റെ പ്രയത്നഫലം കണ്ട് നമ്മുടെ കർത്താവ് കൃഷിയെ മരിച്ചു, പാപത്തിന് പരിഹാരം വരുത്തി, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. അവന്റെ ഗുണമുണ്ട്. അവൻ തന്റെ പ്രയത്നഫലം കണ്ടു. നമുക്ക് വിശ്വാസമുണ്ട്. ദൈവത്തിന്റെ നമ്മുടെ പ്രവർത്തനങ്ങളിൽ ദൈവത്തിന് സ്തോത്രം. അതേ ഫലം കാണണം, ഫലം കാണണം. ഉടയുക, ഉടഞ്ഞാൽ സമീപസ്ഥനായ ദൈവത്തെ അറിയും. ഉടയുക, ഉടഞ്ഞാൽ കത്തും. ദൈവത്തിന് സ്തോത്രം. ഉടയുക, ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. ഉടഞ്ഞാൽ
വലിയൊരു തലമുറകളെ നമുക്ക് കാണുവാനായിരിക്കുന്നു. അന്തമായ അവന്റെ സമ്പാദ്യം ആ ഒരുക്കപ്പെട്ട തൈലം പൊട്ടിച്ച് അവന്റെ തലയിലൊഴിത്താൻ ശുശ്രൂഷ ചെയ്തു. കഷ്ടമേ കാണുകയുള്ളൂ. പാട്ട് പാടുവാൻ തുടങ്ങിയ പാട്ട് അവസാനം ചെയ്യുകയാണ്. അർപ്പണം ചെയ്യും അർപ്പണം ചെയ്യും